Hi friends, welcome back to Nijinas Kitchen. ഈ അടുത്ത കാലത്ത് വൈറലായ ഒരു ചിക്കൻ റെസിപ്പിയാണ് ചിക്കൻ ഗുണ്ട്. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ ഗുണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പിന്നെ ഈ ചിക്കൻ ഗുണ്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ നമ്മൾ ബിങ്കോ ഒക്കെ പൊടിച്ച് ചേർക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുമ്പോൾ ബിങ്കോ ഒന്നും ചേർക്കാതെ തന്നെ തികച്ചും ഹെൽത്തി ആയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കാണണം. എന്നാൽ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിവിടെ കുറച്ച് ഇറച്ചി മസാലയും മഞ്ഞളും കുരുമുളകും ഉപ്പും കൂടി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ഉരുളക്കിഴങ്ങ് കൂടി കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ്റെ ലെഗ് പീസും ഉരുളക്കിഴങ്ങും കൂടി കുക്കറിലിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അടിച്ചെടുത്തിട്ട് വേവിച്ചെടുത്തിട്ട് വരാം. ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങും നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസും ഒക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് അല്പം തണുത്ത ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലെ ഇറച്ചിയൊക്കെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഉരുളക്കിഴങ്ങൊക്കെ ഇവിടെ ഉടഞ്ഞു തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ലെഗ് പീസിൽ നിന്ന് ഇതിൻ്റെ ഇറച്ചി ഒന്ന് മാറ്റിയെടുക്കാം. ഇതൊന്ന് നമുക്ക് പൊളിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് കൈ വെച്ചൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്യാം. ഈ കാല് നമ്മൾ കളയേണ്ടതില്ല, ഇത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് നമുക്ക് ഈ ഇറച്ചി കഷ്ണങ്ങളൊന്ന് ഇട്ട് ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം. നിങ്ങൾ മിക്സിയിൽ ഇത് പൾസ് ചെയ്യാനേ പാടുള്ളൂ, ഇത് നന്നായിട്ട് അരച്ചെടുക്കരുത്. ഒന്ന് ജസ്റ്റ് പൾസ് ചെയ്തെടുത്തിട്ട് വരാം. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്കായി മാറ്റി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഉടച്ചെടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മോസറല്ല ചീസ് കൂടി വേണം. ഞാനിവിടെ മോസറല്ല ചീസ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 200 ഗ്രാമോളം വരുന്ന മോസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഞാനൊരു 5 സ്ലൈസ് ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബ്രെഡ് കൂടി ചേർക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ബ്രെഡ് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ ഞാനൊരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ എല്ലാം ഒന്ന് മിക്സായി കിട്ടുന്ന വണ്ണം ഒന്ന് കുഴച്ചെടുത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കുഴച്ചെടുക്കാം. ഇവിടെ എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നമുക്കിനി അതൊരു 5 മിനിറ്റ് ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കിതൊന്ന് മുക്കി പൊരിച്ചെടുക്കാനായിട്ട് കുറച്ച് ബ്രെഡ് ക്രംസ് വേണം. അതിനെ ഞാനിവിടെ ബ്രെഡ് തന്നെയാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കൂടാതെ കോൺഫ്ലവറും മൈദയും കുറച്ച് ഉപ്പും കൂടി മിക്സാക്കി വെച്ചതും കൂടി എടുത്തിട്ടുണ്ട്. കൂടെ 2 മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഈ ബ്രെഡിലും ഇതിലൊക്കെ മുക്കിയിട്ട് ഇത് പൊരിച്ചെടുക്കാനുള്ളതാണ്. ഇനി കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമുക്കൊരു ബോൾസ് പോലെ ഈ മിക്സ്ചർ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ എല്ലാം ഒന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ എല്ലാം ഒന്ന് വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഏകദേശം നമ്മൾ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ അതേ ഷേപ്പ് തന്നെ നമുക്കിതൊന്ന് ചെയ്ത് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ്റെ ലെഗ് പീസിൻ്റെ അതേ ഒരു ഷേപ്പിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഈ മൈദയും കോൺഫ്ലവറും ഉപ്പും കൂടി കലർന്ന ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് റോൾ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് എല്ലായിടത്തും ആക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട അടിച്ചു വെച്ചതിലേക്ക് ഇതൊന്ന് മുക്കി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡിലും നമ്മൾ ഈ മുട്ടയുടെ മിക്സ്ചർ ഒന്ന് വരത്തക്കവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്ന് മുക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ ബ്രെഡിലേക്കും കൂടി ഇതൊന്നിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ലെഗ് പീസ് ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് ചെയ്തെടുക്കാം. ഈ 4 ലെഗ് പീസ് നമുക്ക് ഇതേപോലെ ബ്രെഡിലും മുട്ടയിലൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഇതേപോലെ എടുത്തു വെക്കാം. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെച്ച് കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഈ ഓരോരോ ലെഗ് പീസായിട്ട് ഇതിലേക്ക് ഇട്ടൊന്ന് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം.
ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വറുത്തെടുക്കാൻ പാടില്ല. അങ്ങനെ ആകുമ്പോൾ ഈ പുറത്തെ ബ്രെഡ് ക്രംസ് ഒക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് സമയമെടുത്ത് തന്നെ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് വേവിച്ച് പൊരിച്ചെടുക്കണം. ഏകദേശം ഒരു 5-10 മിനിറ്റോളം നമ്മൾ ഇതേപോലെ ഒന്ന് ഇത് വറുത്തെടുക്കണം. ഇവിടെ ഇപ്പോൾ നല്ല ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റിയെടുക്കാം. നമുക്കിതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള കാലും കൂടി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ഗുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ഉള്ളിൽ നല്ല ചീസി ആയിട്ടാണ് ഉള്ളത്. നമ്മൾ മോസറല്ല ചീസൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഉള്ളിൽ നല്ല ചീസി ആയിട്ടാണ് ഉണ്ടാകുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഒരു 4 മണി പലഹാരമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ വിഭവമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.